ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐ പ്ലസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് എന്താ അത്യാവശ്യം, ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഇനി എന്തെങ്കിലും വേറെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ, ആ ചോദ്യം ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയണം അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തൊക്കെ പഠിക്കണം, അതായത് ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് പുതിയ കുറച്ച് മെറ്റീരിയൽസ് കിട്ടും. അത് അടുത്ത പരീക്ഷയ്ക്കായിരിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത് അല്ലേ. അതാണല്ലോ ഈ PYQൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് എന്തായാലും ഇംഗ്ലീഷ് പോലെ ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. കാരണം ചോദിച്ച വർക്കിൻ്റെ വർഷമാണ് ഇപ്പോൾ ചോദിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ റൈറ്ററിനെ ചോദിക്കാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു അസസ്മെൻറ്റിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് പരീക്ഷയിലേക്കുള്ള ദൂരം വളരെ എളുപ്പമാവുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് തുടങ്ങാം. നോക്കിക്കേ, ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ വാസ് പബ്ലിഷ്ഡ് ഇൻ, നമ്മുടെ ബൈബിൾ, ഹോളി ബൈബിൾ, ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻസ് നടന്നിട്ടുള്ളത്, പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പ്രിന്റിങ് നടന്നിട്ടുള്ള ബുക്കുമാണ് ബൈബിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ. അതിന്റെ ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസിൽ നമുക്ക് 1526 ഉണ്ട്, 1536 ഉണ്ട്, 1611 ഉണ്ട്, ആൻഡ് ഓൾസോ യു ക്യാൻ സി 1610. ഓക്കെ, സോ നമുക്ക് ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ 1611 കേട്ടോ. 1611 the authorized version of the Bible was published in 1611. Okay, 1611 1611 okay, 1611. നോക്കിക്കേ, the authorized version of the Bible, okay, is also known as King James Bible or KJV, was published in 1611. അല്ലേ, അപ്പോൾ എന്നാണ് ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ പബ്ലിഷ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് 1611 ആണ് കേട്ടോ. ദ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ വാസ് പബ്ലിഷ്ഡ് ഇൻ 1611. ഓക്കെ, അപ്പോൾ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്? ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻസ് അല്ലേ, ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷൻസ് നടന്നിട്ടുള്ള ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബൈബിളാണ്, പല ഭാഷകളിലേക്ക്. അതുപോലെ തന്നെ പ്രിന്റിങ്ങിന്റെ കാര്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. ഏറ്റവും കൂടുതൽ പ്രിന്റിങ് നടന്നിട്ടുള്ള ബുക്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രിന്റിങ് നടന്നിട്ടുള്ള ബുക്ക് ഏതാണ്? അതിന്റെ ആൻസർ വരുന്നതും ബൈബിൾ തന്നെയാണ് അല്ലെ. സോ ഈ രണ്ട് കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ അതുപോലെ തന്നെ KJV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ജെയിംസ് വേർഷൻ ഓഫ് ബൈബിൾ, അതാണ് KJV എന്നുള്ള അബ്രിവേഷനിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസി അല്ലായിരുന്നോ? അപ്പോൾ 1610 ആണോ 11 ആണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ സാധാരണയായിട്ട് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും ആൻസർ തെറ്റിപ്പോവരുത്. 1611 ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ദ ബൈബിൾ അവൈലബിൾ ആയി തുടങ്ങുന്നത്. ഓക്കെ, വാസ് പബ്ലിഷ്ഡ് ഇൻ. ഓക്കെ, സോ വി വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തത് 36ാമത്തെ ചോദ്യമാണ്. വീണ്ടും വർഷത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. മെക്കൗളി മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ. ലോർഡ് മെക്കൗളി മിനിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസന്റേഷൻ നടത്തുകയുണ്ടായി. ഒരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രസംഗം നടത്തുകയുണ്ടായി. ഓക്കെ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. അതുപോലെ തന്നെ അതിനൊരു ഡോക്യുമെന്റേഷനും, ദാറ്റ് മീൻസ് അതിനൊരു റിപ്പോർട്ട് ഫോമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് യു ക്യാൻ സി പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ പിന്നീട് വിദ്യാഭ്യാസ രംഗത്ത് എടുക്കാനായിട്ട് നമുക്കൊരു മുതൽക്കൂട്ടായ ഒന്ന് തന്നെയാണ് മെക്കൗളി മിനിറ്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മെക്കൗളി മിനിറ്റ്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ, ഏത് വർഷമാണ് മെക്കൗളി മിനിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഓപ്ഷൻസിൽ 1835 ഉണ്ട്, 1830 ഉണ്ട്, 1850 എന്ന വർഷം കാണാൻ സാധിക്കും, 1866 എന്ന വർഷം കാണാൻ സാധിക്കും അല്ലെ. നമുക്കറിയാം, വർഷങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ വർഷങ്ങൾക്കും ഉണ്ടാവും ഒരു നിർണായകമായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ മെക്കൗളി മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻസർ വരുന്നത് ഏതാണ്? 1835 ആണ് കേട്ടോ. 1835 ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പോൾ മെക്കൗളി മിനിറ്റ്സ് 1837. ഓക്കെ, 1837 ഈസ് ദ റൈറ്റ് ആൻസർ. തെറ്റിപ്പോകല്ലേ. 1837. Macaulay Minute on Indian Education was introduced in 1835. എക്സാക്ട് ഡേറ്റ് അടക്കം ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2, 1835 മെക്കൗളി മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ പ്രസന്റ് ചെയ്യപ്പെട്ടത്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്ന് തന്നെയാണ് മെക്കൗളി മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഡൗൺ ഫിൽട്രേഷൻ തിയറി അടക്കം പറയുന്നുണ്ട് അല്ലെ. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ മുകളിലെ തട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താഴെയുള്ളവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ ഡൗൺ ഫിൽട്രേഷൻ തിയറി പഠിപ്പിക്കുന്നത് അല്ലെ. മെക്കൗളി ഇതിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ ഇതിന്റെ
ഓഥർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ബബിംഗ്ടൺ മെക്കൗളി, നമ്മുടെ ലോർഡ് മെക്കൗളി. ഓക്കെ, ഹു വാസ് എ പ്രസിഡന്റ് ഓഫ് ദ ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ജനറൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, അതിന്റെ പ്രഥമ സ്ഥാനം വഹിച്ച ആളാണ്. പർപ്പസ്, ഇറ്റ് അഡ്വക്കേറ്റഡ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. എന്താ പറയുന്നത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും ഈ ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യക്കാരെ ഇത്രത്തോളം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായത്? കാരണം മറ്റൊന്നുമല്ല, കാരണം അവർക്ക് ഈ പറയുന്ന ബ്ലൂ കോളർ ജോലികൾ ചെയ്യാനായിട്ട് താല്പര്യമില്ല. ദേ വിൽ ബി ഓൾവേസ് ഇൻ ദ പൊസിഷൻസ് ഓഫ് ദ വൈറ്റ് കോളർ ജോബ്സ്. വൈറ്റ് കോളർ ജോലികളായിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ കോളർ ജോലി ചെയ്യാൻ ആൾക്കാരെ വേണ്ടേ? സോ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇവരെ കൂടെ, അതായത് ഇന്ത്യൻസിനെയും കൂടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിയെ പതിയെ ഇന്ത്യൻസിന് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് ഈ ബ്രിട്ടീഷുകാർ പറയുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സാധിക്കും, മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ വൈഡ് വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് പെട്ടുപോകും അല്ലേ? സോ ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും സാധ്യമാകാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല ഈ പറയുന്ന ലാംഗ്വേജ് എല്ലാം പഠിപ്പിച്ചിട്ട് അവർക്ക് എല്ലാം പഠിച്ചെടുത്തിട്ട് അവർക്ക് അവരുടെ ഭാഷയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ഏറ്റവും ഈസി കാര്യം എന്താണ്? ഇന്ത്യൻസിനെ മുഴുവൻ അങ്ങ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതുപോലെ പാലിക്കാനായിട്ട് അവർ കേപ്പബിൾ ആകും അല്ലേ? പിന്നെ അതുപോലെ തന്നെ പതിയെ പതിയെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും കൂടെ അങ്ങ് ഡെവലപ്പ് ചെയ്യിക്കാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീജിയണൽ വെറൈറ്റി ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു യൂസും ഉണ്ടാവാൻ പോകുന്നില്ല. ലോകവുമായി കണക്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം എന്നുള്ള ഒരു കോംപ്ലക്സും കൂടെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. സോ വിത്ത് ഇംഗ്ലീഷ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓവർ ട്രഡീഷണൽ ഇന്ത്യൻ ഓറിയന്റൽ ലേണിംഗ്. ഓക്കെ, അങ്ങനെ ഓറിയന്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം ഇംഗ്ലീഷ് കീഴടക്കി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഓറിയന്റൽ ഓക്സിഡന്റൽ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഓറിയന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ്. ഓക്സിഡന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡൻസ് എന്നറിയപ്പെടുന്നത് OCCIDENTS, ഓക്സിഡൻസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം കൂടെ, അതായത് ബ്രിട്ടൻ അടക്കമുള്ള ആ ഒരു സാമ്രാജ്യങ്ങളെല്ലാം ചേരുന്നതാണ് ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓറിയന്റൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഇംഗ്ലീഷ് മാറി. ഓക്കെ, അതാണ് മെക്കൗളി മിനിറ്റ്സ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നിസ്സാരമായിട്ട് ചുരുക്കം സമയത്തിൽ മെക്കൗളി മിനിറ്റ്സ് മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഫെബ്രുവരി 2, 1835 പാസ് ചെയ്തതാണ് എന്ത്? മെക്കൗളി മിനിറ്റ്സ്. ഓക്കെ ആണേ? ശരി, acceptance ഉണ്ട് അതിന് കേട്ടോ. The proposals were accepted by Lord Macaulay Bentinck in March 1835. ഓക്കെ, അപ്പൊ ഈ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത് എന്നാണ്? ഫെബ്രുവരി 2, 1835 പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? നമ്മളൊരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ പോലും അത് പാസ്സാക്കണം അല്ലെ? അതുപോലെ ഈ പറയുന്ന പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തത് നമ്മുടെ എന്താണ് പറയാ, ലോർഡ് വില്യം ബെന്റിക് ആണ് കേട്ടോ. ബെന്റിക് പ്രഭുവാണ് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 1835 കേട്ടോ. മാർച്ച് 1835 കഴിഞ്ഞില്ലേ? അത് ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മെക്കൗളി മിനിറ്റ്സിനെ കുറിച്ച് പഠിക്കാൻ സാധിച്ചു. ഈ മെക്കൗളി മിനിറ്റ്സ് ഒക്കെ ചോദ്യത്തിൽ വരും, കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഡാഷ് ആർ ബോൺ ഔട്ട് ഓഫ് ദ നീഡ് ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിതൗട്ട് സ്പീക്കിംഗ് എ കോമൺ ലാംഗ്വേജ്. നോക്കിക്കേ, പീപ്പിളിന്റെ ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഉണ്ടായത്. ഓക്കെ, അതല്ലേ പറയുന്നത്? ഡാഷ് ആർ ബോൺ ഔട്ട് ഓഫ് ദ നീഡ് ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിതൗട്ട് സ്പീക്കിംഗ് എ കോമൺ ലാംഗ്വേജ്. ഓക്കെ, ഒരു കോമൺ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് വിചാരിക്കുക. കാരണം ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ബോർഡർ പ്ലേസ് ഏതെങ്കിലും ആണെന്ന് വിചാരിക്കുക. കേരളവും തമിഴ്നാടും ഒന്നുമല്ല, മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റ് ഇമാജിൻ ചെയ്യുക. അവിടെ കുറച്ച് കേരളക്കാരും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കേരളൈറ്റ്സ് വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരും അവിടേക്ക് തന്നെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ കേരളക്കാര് യൂഷ്വലി എന്തായിരിക്കും സംസാരിക്കുക? മലയാളമായിരിക്കും സംസാരിക്കുക. തമിഴ്നാട്ടിൽ നിന്ന് വന്നവരെന്തായിരിക്കും സംസാരിക്കുക? അവരുടെ റീജിയണൽ ലാംഗ്വേജ് ആയിട്ടുള്ള തമിഴായിരിക്കും സംസാരിക്കുക അല്ലേ? അപ്പം ഈ ഫുൾ തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളൈറ്റ്സിന് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഫുൾ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ദ അതർ സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർക്കും തമിഴിയൻസിനും മനസ്സിലായെന്ന് വരില്ല അല്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്യും? എന്താ ഇവരുടെ ഇടയിലുള്ള ഉപാധി? ഇവർക്ക് എങ്ങനെയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നെക്സ്റ്റ് ഡോർ താമസിക്കുന്നവരല്ലേ, ദേ ഹാവ് മെനി തിങ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ദേ നീഡ് എ ലാംഗ്വേജ്. അപ്പൊ അവർക്കൊരു നീഡ് വന്നു, ശരിയല്ലേ? ഒരാവശ്യം വന്നു. അപ്പൊ ആ ആവശ്യത്തിന്റെ ബേസിൽ ബോൺ ഔട്ട് ആയ ലാംഗ്വേജിനെ നമ്മൾ എന്തായിരിക്കും പറയുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഈസി ആയല്ലോ, കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് കണ്ട് ഒരിക്കലും പാനിക്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ ഒരു എക്സാമ്പിളിന്റെ ബേസിൽ ഒന്ന് പഠിച്ചു നോക്കിയാൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത് സ്ട്രൈക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതെ, ക്രിയോൾ എന്നായിരിക്കോ, പിഡ്ജിൻ എന്നായിരിക്കോ, ഇനി ഐഡിയോലെറ്റ് എന്നായിരിക്കോ, അതോ സോഷ്യോലെറ്റ് എന്നായിരിക്കോ പറയാ?
പിഡ്ജിൻ എന്നാണ് പറയുക കേട്ടോ. പിഡ്ജിൻ ഡാഷ് ആർ ബോൺ ഔട്ട് ഓഫ് ദ നീഡ് ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിതൗട്ട് സ്പീക്കിംഗ് എ കോമൺ ലാംഗ്വേജ്. ഓക്കെ, ഈ പിഡ്ജിനും ക്രിയോളും തമ്മിലൊരു ബന്ധമുണ്ട് കേട്ടോ. പിഡ്ജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ വരച്ച് കാണിച്ചില്ലേ നിങ്ങളെ, കേരളൈറ്റ്സും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും രണ്ടുപേരും കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കുറച്ച് മലയാളവും തമിഴും കലർത്തി സംസാരിക്കും. കേരളത്തിൽ നിന്നുള്ളവർ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി എന്ത് ചെയ്യും, അവർക്കറിയാവുന്ന മലയാളവും ഇച്ചിരി അറിയാവുന്ന തമിഴും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കും അല്ലേ. അങ്ങനെ അവിടെ ഒരു പിഡ്ജിൻ ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇത് ചിലപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരാന്ന് വിചാരിക്കുക. അതായത് ആൻസിസ്റ്റേഴ്സ് വന്നു, അവരിങ്ങനെ ഒരു പിഡ്ജിനിൽ അങ്ങ് മുന്നോട്ട് പോയി. ഇവരുടെ അടുത്ത ജനറേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ജനറേഷൻ വരുമ്പം ഇവര് ഈ മലയാളവും തമിഴും മിക്സ് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തും. ഓക്കെ, മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നത് നിർത്തി ഒരു ക്രിയോളിലേക്ക് വരാൻ തുടങ്ങും. ഓക്കെ, ക്രിയോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂലി ഫോംഡ് ലാംഗ്വേജ് ആണ്. മറന്നു പോകല്ലേ, ന്യൂലി ഫോംഡ് ലാംഗ്വേജ്. ഒരു ബുക്കൊക്കെ കയ്യിലെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനും സാധിക്കും, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ന്യൂലി ഫോംഡ് ലാംഗ്വേജിനെ എന്തോ വിളിക്കണം, ക്രിയോൾ എന്ന് വിളിക്കണം കേട്ടോ, ക്രിയോൾ. ഓക്കെ, അപ്പൊ ന്യൂലി ഫോംഡ് ലാംഗ്വേജ് ആണ് ക്രിയോൾ. ഓക്കെ, അപ്പം ഈ പിഡ്ജിനിൽ നിന്നല്ലേ ക്രിയോൾ വന്നത്. ഒരിക്കലും ക്രിയോൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വരാറില്ല. പിഡ്ജിന്റെ റിസൾട്ട് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, ക്രിയോൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ക്രിയോ എന്ന് പറയുമ്പോൾ ക്രൈ എന്നുള്ള പോലെ ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ. ഒരു ന്യൂ ബോൺ ബേബി എങ്ങനെയാണ് വേൾഡിലേക്ക് വെൽക്കം ചെയ്യപ്പെടുന്നത്, ഒരു കരച്ചിലോട് കൂടിയാണ്, ഒരു സ്മോൾ സ്ലൈറ്റ് ക്രൈയോട് കൂടിയാണ് അല്ലേ. അപ്പൊ ന്യൂലി ബോൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ന്യൂലി ഫോംഡ് ലാംഗ്വേജിനെ എന്തെന്ന് വിളിക്കാം, ക്രിയോൾ എന്ന് വിളിക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്. ശരി, അപ്പം ബോൺ ഔട്ട് ഓഫ് നീഡിനെ നമ്മൾ പിഡ്ജിൻ എന്നാ പറയാം. അപ്പോൾ പിഡ്ജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പിഡ്ജിൻസ് ആർ ബോൺ ഔട്ട് ഓഫ് ദ നീഡ് ഫോർ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിതൗട്ട് സ്പീക്കിംഗ് എ കോമൺ ലാംഗ്വേജ്. അവർക്ക് സംസാരിക്കാൻ പൊതുവായിട്ടൊരു ഭാഷയില്ല, കാരണം രണ്ട് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. സോ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് പിഡ്ജിൻസ് ഉണ്ടാവുന്നത്. പിഡ്ജിൻ ഈസ് എ സിംപ്ലിഫൈഡ് മേക്ക് ഷിഫ്റ്റ് ലാംഗ്വേജ് ദാറ്റ് ഡെവലപ്സ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ദാറ്റ് ഡു നോട്ട് ഷെയർ എ കോമൺ ലാംഗ്വേജ് യൂഷ്വലി അറൈസിംഗ് ഇൻ ട്രേഡ്, പ്ലാന്റേഷൻ ഓർ കൊളോണിയൽ സെറ്റിംഗ്സ്. ഓക്കെ, എങ്ങനെയാണ് പിഡ്ജിൻസ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ് വന്നിട്ട് അവർക്ക് കോമൺ ആയിട്ട് സംസാരിക്കാനായിട്ടാണ് ഈ പിഡ്ജിൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. പൊതുവെ ട്രേഡിന്, അതുപോലെ തന്നെ പ്ലാന്റേഷൻ, പിന്നെ കൊളോണിയൽ സെറ്റിംഗ്സിലൊക്കെയാണ് ഇതുപോലെ പല ട്രൈബൽ ഗ്രൂപ്പുകളൊക്കെ വന്ന് ഇങ്ങനെ സെറ്റിൽ ചെയ്യുമായിരുന്നു. അവരാണ് കൂടുതലായിട്ടും പിഡ്ജിൻസ് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ റിഡ്യൂസ്ഡ് വെക്കാബുലറി. വലിയ വെക്കാബുലറി സപ്പോർട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്താണ്, രണ്ട് ഭാഷയിൽ നിന്നല്ലേ എടുക്കുന്നത്. സിംപ്ലിഫൈഡ് ആയിരിക്കും ഗ്രാമർ. എക്സാക്ട് ഗ്രാമറൊക്കെ നോക്കി കേരളത്തിൽ നിന്നുള്ള ആൾക്ക് തമിഴ് സംസാരിക്കാൻ പറ്റുമോ, തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്ക് മലയാളം സംസാരിക്കാൻ പറ്റുമോ, ഇല്ല അല്ലേ. അതിനാകെ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈഡ് വൊക്കാബുലറി. പറയുന്നതിൽ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടാവും, പക്ഷെ റിട്ടൺ ഫോമിലോട്ട് അല്ലല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്, സ്പീക്കിങ്ങിലാണ്. സംഹൗ നമ്മുടെ ജസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ നേറ്റീവ് ലാംഗ്വേജ് ഓഫ് എനി ഓഫ് ഇറ്റ് സ്പീക്കേഴ്സ്. അതായത് രണ്ട് ഗ്രൂപ്പിന്റെയും കോമൺ ലാംഗ്വേജ് ഒന്നും അല്ല, നേറ്റീവ് ലാംഗ്വേജും അല്ല. അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് സംസാരിച്ച് പഠിച്ചെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പിഡ്ജിൻ അല്ലേ. പെട്ടെന്ന് നോർത്തിൽ എവിടെയെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ അവരുടെ അടുത്തുനിന്ന് ഹിന്ദി കേട്ടെടുക്കും അല്ലെ, ഹിന്ദി കേട്ട് മനസ്സിലാക്കിയെടുക്കും. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കോ നമ്മൾ എക്സാക്ട് ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ നീഡാണല്ലോ നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയാറുള്ളത് പോലെ അല്ലേ. ഓക്കെ, സോ ഇനി ക്രിയോൾ ഉണ്ട് അല്ലേ. ക്രിയോൾ എന്താണ്? എ ക്രിയോൾ ഡെവലപ്സ് വെൻ എ പിഡ്ജിൻ ബിക്കംസ് ദ നേറ്റീവ് ഫസ്റ്റ് ലാംഗ്വേജ് ഓഫ് എ കമ്മ്യൂണിറ്റി ഡെവലപ്പിംഗ് എ മോർ കോംപ്ലക്സ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. പിഡ്ജിൻ ഇങ്ങനെ നിന്ന് പിന്നീട് ഒരു സ്റ്റേജിലാണ് പുതിയൊരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ പേര് മാറും, പിഡ്ജിൻ എന്നല്ല പിന്നെ പറയുന്നത് ക്രിയോൾ എന്നാണ്. ക്രിയോൾ വരുമ്പോഴത്തേക്ക് അവിടെ ശരിക്കും ഒരു നല്ല ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ഉണ്ടാവും. ഇനി ഐഡിയോളക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുണീക്ക് ലാംഗ്വേജ് വെറൈറ്റി യൂസ്ഡ് ബൈ എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ. ഓക്കെ, ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വൽ, ഇപ്പം ഒരു 10 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ ഒരാൾ മാത്രം ഐഡിയോലക്റ്റ് ആണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവരെന്തെങ്കിലും ഒരു പ്രത്യേക ലാംഗ്വേജ് വെറൈറ്റി ആയിരിക്കും സംസാരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഐഡിയോലക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഐഡിയോലക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അറിയണേ, കാരണം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമാണ് സെറ്റ് പരീക്ഷയ്ക്കായാലും. ഓക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം അറിയണം. ഇനി സോഷ്യോലക്റ്റ് എന്തുമായിരിക്കും? വെറൈറ്റി ഓഫ് ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ്, ക്ലാസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ അവരുടേതായിട്ടുള്ള ചില ജാർഗൺസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലാസ്സുകളും ഗ്രൂപ്പുകളും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യോലക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യോലക്റ്റ് ആ ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സോഷ്യൽ സെറ്റിങ്ങിൽ അവർ ഉപയോഗിക്കുന്നതായിട്ടുള്ള ആ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് അവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് സോഷ്യോലക്റ്റ്. ഓക്കെ ആണേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്യാച്ച് ചെയ്തു.
അപ്പം 38ാമത്തെ ചോദ്യമുണ്ട്, മാച്ചപ്പ് ആണ്. മാച്ച് ദ ഫസ്റ്റ് ലൈൻസ് ഓഫ് ദ പോം ഇൻ ലിസ്റ്റ് 1 വിത്ത് ദെയർ ടൈറ്റിൽസ് ഇൻ ലിസ്റ്റ് 2. കവിതകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കവിതയിലെ വരികളും ഉണ്ട് അല്ലെ. റാബി ബെൻ എസ്ര, ഇവിടെ നമുക്ക് 1 ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഐ ടു സോ ഗോഡ് ത്രൂ മഡ് ആണ്. എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക, എ കോൾ കമ്മിങ് വി ഹാഡ് ഓഫ് ഇറ്റ്, ജേർണി ഓഫ് ദ മാഗി, എ വിൻഡ് ഈസ് റഫ്ലിംഗ് ദ ടൗണി പെൽറ്റ്, എപ്പോളജിയ പ്രോ പൊമേറ്റോ മിയോ, ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ. ഓക്കെ, ലൈൻസും പോംസും കണ്ടെത്തി കാണും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. മാച്ചപ്പിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്തുവാ? ഡീമെറിറ്റ്സ് ഉണ്ട്, നമ്മുടെ സമയം കുറേ പോകും സത്യമാണ്, പക്ഷെ മെറിറ്റും ഉണ്ട്. എന്തുവാ? 1 or 2 എണ്ണം നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ അടുത്ത പേജിൽ ഓപ്ഷൻ ഉണ്ടായിരിക്കും, ശരിയല്ലേ? ആ ഓപ്ഷനിൽ നമുക്ക് കിട്ടിയതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻസിൽ 4 ഓപ്ഷനിൽ വേറെ ഒന്നിലും നമുക്ക് കിട്ടിയ ആൻസർ ഷുവർ ആണ് നമുക്കെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആദ്യം കണ്ടെത്തിയ ഉത്തരത്തിനെ ശരിയായിട്ട് കൺസിഡർ ചെയ്ത് ഫോളോ ചെയ്ത് പോകരുതോ അല്ലേ? അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നോക്കിക്കോ, A3, അപ്പം ദേ ഇവിടെ നോക്കിക്കേ, A2 ആണെന്ന് 10% അല്ലെങ്കിൽ A3 ആണെന്ന് 10% ഷുവർ ഉള്ള ഒരാൾക്ക് അധികം നോക്കാതെ തന്നെ ഇതിന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റും അല്ലേ? കാരണം A3 B4 C1 D2 ഫസ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത്. A2 B4 C1 D3 എന്ന് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. A4 B3 C2 D1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. A4 B2 C3 D1 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓരോ ഓപ്ഷനും റിപ്പീറ്റ് ചെയ്യുന്നില്ല, സത്യമല്ലേ? ഈ 3, 4 ഒരുപോലാണെന്ന് തോന്നും, പക്ഷെ നോക്കിയാൽ മതി. ഒന്നുകൂടെ കൃത്യമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം B ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, C ഇവിടെ 2 ആണ്, C ഇവിടെ 3 ആണ് അല്ലെ, വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കിതിന് ഏതായിരിക്കും ആൻസർ വരുന്നത്? A4 B3 C2 D1 എന്നുള്ളതാണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, A4 B3 C2 D1. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിന്റെ ശരി ഉത്തരവായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, A4 B3 C2 D1. ഓക്കെ, A4 B3 C2 D1. A4 B നമുക്ക് 3 വരും, C നമുക്ക് അങ്ങനെയാണെങ്കിൽ 2 വരും, D എത്ര വരുമെന്നാ പറഞ്ഞേക്കുന്നേ? 1 വരുമെന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, റാബി ബെൻ എസ്ര ഐ ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ ആൻഡ് B3 നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, B യെ നമുക്ക് 3 ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം അല്ലേ? എക്സ്ക്യൂസ് മീ, A4 ആണ്. A4 ആകുമ്പോൾ ഇങ്ങനല്ലേ കണക്ട് ആവും? അതായത് എപ്പോളജിയ പ്രോ പൊമയാറ്റോ മീ. നോക്കിക്കേ, ഐ ടു സോ ഗോഡ് ത്രൂ മഡ്. ഓക്കെ, A നമ്മൾ 4 ആയിട്ട് കണക്ട് ചെയ്തു. ഇനി B യെ എങ്ങനെ 3 ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. B എന്ത് ചെയ്താണ്ട് B ഇവിടെ ഉണ്ട് അല്ലെ? B യെ നമുക്ക് 3 ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജേർണി ഓഫ് ദ മാഗിയിലാണ് എ കോൾഡ് കമ്മിങ് എ വി ഹാഡ് ഓഫ് ഇറ്റ് എന്നുള്ള ലൈൻ കിട്ടുന്നത്. അടുത്ത പോം എടുത്ത് നോക്കി, അതായത് C യെ നമുക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യണം എന്നാണ് ഇങ്ങനെ ഒരു കണക്ഷനാണ് വേണ്ടത് കേട്ടോ. നോക്കിക്കോ, എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്കയ്ക്കകത്തില് എ വിൻഡ് ഈസ് റഫ്ലിംഗ് ദ ടൗണി പെൽറ്റ്. ഓക്കെ, അടുത്ത നമുക്ക് എന്തുവാ വരുന്നത്? റാബി ബെൻ എസ്രയുടെ അല്ലെ? റാബി ബെൻ എസ്രയുടേതിനെ നമുക്ക് 1 ആയിട്ട് D1 കണക്ഷൻ വേണം. ഓക്കെ, ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ. ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. പിന്നെ 1 or 2 ചോദ്യങ്ങൾ കുറച്ച് ഹൈ ഡിഫിക്കൽട്ട് മീഡിയത്തിൽ വന്നെന്ന് പറഞ്ഞ് എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെ ആയിരിക്കും എന്നൊരു അസസ്മെന്റും വേണ്ട. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ കിട്ടും. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 1-2 ചോദ്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ ഈസി ആയിരുന്നു. ഈ പറയുന്ന പിച്ചിന്റെ ചോദ്യമായാലും അതുപോലെ തന്നെ നമ്മുടെ മെക്കൗളി മിനിറ്റ്സിന്റെ ചോദ്യമായാലും ഒക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇനി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം നമുക്ക് ഇതങ്ങ് ക്യാച്ച് ചെയ്ത് പോവാമെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇത് റിപ്പീറ്റ് ചെയ്താലും നമുക്ക് ഓക്കെ ആയിരിക്കും. ശരി, അടുത്ത നോക്കിക്കേ, 39ാമത്തെ ചോദ്യമാണ്. The silent way of language teaching was developed by. ലാംഗ്വേജ് ടീച്ചിങ്സിന് കുറേ ലിംഗ്വിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റഡി മെത്തേഡുകൾ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈലന്റ് വേ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടീച്ചർ പാസീവ് ആയിരിക്കും. ടീച്ചർ പാസീവ് ആവുന്നെങ്കിൽ സ്റ്റുഡൻറ്റും പാസീവ് ആയി പോയി കഴിഞ്ഞാൽ ക്ലാസ് ഒരു നൾ മീഡിയത്തിലേക്ക് പോകും അല്ലെ? ഒരു റെസ്പോൺസ് ഇല്ലാത്ത രീതിയിൽ പോകും. ടീച്ചർ പാസീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ഗൈഡൻസ് മാത്രമേ കൊടുക്കത്തുള്ളൂ. അവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് ആരായിരിക്കും? കുട്ടികളായിരിക്കും, സ്റ്റുഡൻസ് ആയിരിക്കും. ഓക്കെ, സോ റെസ്പോണ്ടൻസ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കും, കുട്ടികൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ടീച്ചർ അവരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സൈലന്റ് വേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ഹെൻറി ഗിറോക്സ്, ഗാലബ് ഗെറ്റഗ്നോ, പെസ്റ്റലോസി, പൗലോ ഫ്രെയർ. ഓക്കെ, ആൻസർ വരുന്നത് എന്തായിരിക്കും? ഗെറ്റഗ്നോ ആണ് കേട്ടോ. ഗാലബ് ഗെറ്റഗ്നോ പ്രൊപ്പോസ് ചെയ്ത മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ എന്താണ്
സൈലന്റ് വേ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സൈലന്റ് വേ മെത്തേഡ് പ്രപ്പോസ് ചെയ്തത് ഗെറ്റക്നോ ആണ്. ഇതുപോലെ ഡിഫറെന്റ് മെത്തേഡുകൾ ഉണ്ട് നമുക്ക് കേട്ടോ. മെത്തേഡ്സിന്റെ പേരൊന്നും ഇവിടെ തന്നിട്ടില്ല, എന്നാൽ പോലും ഡിഫറെന്റ് ടൈപ്സിൽ മെത്തേഡുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇപ്പൊ സജസ്റ്റോപീഡിയ ജോർജി ലെസനോവ് കൊണ്ടുവന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഈ നമ്മുടെ സൈലന്റ് വേ മെത്തേഡിനേക്കാൾ കൂടുതൽ നേരത്തെ അതായിരുന്നു ചോദിക്കുന്നത്. ഓക്കെ, ലെസനോവ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പരാമർശിച്ച ഒരു മെത്തേഡാണ് സജസ്റ്റോപീഡിയ എന്ന് പറയുന്നത്. അതായത് അവരുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടാനായിട്ട് ലെസനോവ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ക്ലാസ് റൂമിന്റെ പിന്നിലായിട്ട് അല്ലെങ്കിൽ ക്ലാസ് റൂമിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഏരിയയിൽ ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഒരു ബറാക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുക. വലിയ സൗണ്ടിലും ഒച്ചപ്പാടിലൊന്നും അല്ല, വളരെ സ്ലൈറ്റ് സൗണ്ടിൽ അത് ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയും കൂടെ ബ്രെയിനിലോട്ട് കിട്ടി അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ പറ്റും എന്നാണ് ലെസനോവ് പറയുന്നത്. ലെസനോവ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്നത് കൊച്ചു കുട്ടികൾക്കാണ് നമ്മൾ ഈ ബറാക്ക് മ്യൂസിക് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കേ, ദ സൈലന്റ് വേ ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഗാലബ് ഗെറ്റക്നോ. ഗെറ്റക്നോ ആണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, ഡെവലപ്ഡ് ഇൻ ദ ഏർലി 1960s. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1960കളിലാണ്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിമൈസ് ദാറ്റ് ടീച്ചേഴ്സ് ഷുഡ് ബി ആസ് സൈലന്റ് ആസ് പോസിബിൾ ഇൻ ദ ക്ലാസ് റൂം ടു എൻകറേജ് readers to produce as much as language possible and take an active role in their own learning process. നമ്മൾ ഈ പിയർ ഗ്രൂപ്പ് ലേണിംഗ് ഒക്കെ എന്തിനാ പ്രപ്പോസ് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ എന്തിനാ മുന്നോട്ട് കൊണ്ടുവരുന്നത്, കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യണം അല്ലേ, അവരുടെ ഒരു ടൈമാണ്. ശരിക്കും ഒരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്, ആരാണ് അവിടെ പഠിക്കുന്നത്, പഠിതാവാരാ, കുട്ടിയാ അല്ലേ. അപ്പോൾ കുട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്, പഠിതാവെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടിയല്ലേ. അപ്പോൾ കുട്ടിയാണ് അവിടെ ആക്റ്റീവായിട്ട് നിൽക്കേണ്ടത്. ടീച്ചേഴ്സിന്റെ ജോലി എന്താണ്, കുട്ടിയുടെ മെന്റൽ ഏജിനും ക്രോണോളജിക്കൽ ഏജിനും ഒക്കെ മാച്ച് ചെയ്യുന്ന മെറ്റീരിയൽ കണ്ടന്റ് ആണ് നമ്മൾ ആ ബുക്കിനകത്ത് നിറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അത് കുട്ടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണം, കുട്ടിയുടെ ഏജിനനുസരിച്ചുള്ളതല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. സോ അവിടെ ടീച്ചർ എന്തായിരിക്കണം, സൈലന്റ് ആയിരിക്കണം. ടീച്ചർ ഒരു സൈലന്റ് വേ മെത്തേഡിലെ പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് കോംപ്ലക്സിറ്റി ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഈസി ആക്കി സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കേണ്ട ജോലി മാത്രം ടീച്ചർ ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം അപ്പോൾ കുട്ടി കൂടുതൽ കയറി വരും, ആക്റ്റീവായി വരുമെന്നാണ് ഇവിടെ ലെസനോവ് പറയുന്നത്, നമ്മുടെ ഗെറ്റക്നോ പറയുന്നത്. ഇറ്റ് എംഫസൈസസ് സ്റ്റുഡൻസ് ഓട്ടോണമി, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ദ യൂസ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ് സച്ച് ആസ് ക്വഷനെയർ റോഡ്സ് ആൻഡ് കളർ കോഡഡ് സൗണ്ട് ചാർട്ട്സ്. ഓക്കെ, ഇതിനൊക്കെ ധാരാളം മെറ്റീരിയൽ എയ്ഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ടീച്ചിങ് ലേണിംഗ് എയ്ഡുകൾ യൂസ് ചെയ്യാറുണ്ട്. ചാർട്ട് ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഈ കളർ റോഡുകൾ നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് അവർ കുട്ടികൾക്ക് നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് കൊടുക്കും. എന്നിട്ട് ആ കളേഴ്സ് വെച്ചിട്ട് അവർ പല തരത്തിലുള്ള ഐഡന്റിഫിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്യും. ഓക്കെ, സോ ഈ പറയുന്ന ക്വഷനെയർ റോഡുകൾ ഉപയോഗിക്കുന്നത് ഏത് മെത്തേഡിലാണെന്ന് ചോദിച്ചാലും ഉത്തരം വരുന്നത് സൈലന്റ് വേ ആണ്. അപ്പോൾ 1960കളിൽ ഡെവലപ്പ് ചെയ്ത ഗാലബ് ഗെറ്റക്നോ കൊണ്ടുവന്ന ടീച്ചർ സൈലന്റും കുട്ടിയും ആക്റ്റീവുമായിട്ടുള്ള ക്വഷനെയർ റോഡുകൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വേ അപ്രോച്ച് അല്ലെങ്കിൽ മെത്തേഡാണ്. ഓക്കെ, തെറ്റിപ്പോത്തില്ലല്ലോ. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കിക്കേ, ദർ ഈസ് നോ പ്രീ പ്ലാൻഡ് സിലബസ് ഇൻ. ഈ പ്രീ പ്ലാൻഡ് സിലബസ് ഒന്നും വലുതായിട്ട് ഇല്ലാത്തത് എന്തിനകത്തില്ല, ഏത് മെത്തേഡിനകത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു നല്ല സ്ട്രക്ചേർഡ് സിലബസ് ഒന്നും അതിന് ചെയ്ത് വെക്കാറില്ല. പ്രീ പ്ലാനിങ് ഒന്നുമില്ല, ഓൺ ടൈമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡിലാണോ, GTM ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലാണോ, അതോ ഇനി ഓറൽ സിറ്റുവേഷണൽ മെത്തേഡിലാണോ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിലാണോ, എവിടെയാണ് പ്രീ പ്ലാൻഡ് സിലബസ് ഇല്ലാത്തത്? ഓക്കെ, പ്രീ പ്ലാൻഡ് സിലബസ് ആബ്സെന്റ് ആയിട്ടുള്ളത് എവിടെയായിരിക്കും? ഡയറക്റ്റ് മെത്തേഡിലായിരിക്കോ, GTMലായിരിക്കോ, അതോ ഇനി ഓറൽ സിറ്റുവേഷണൽ മെത്തേഡിനകത്തായിരിക്കോ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിനകത്തായിരിക്കോ? എവിടെയായിരിക്കും? കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. ഈ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിന് വലിയൊരു പ്ലാനിങ് നമ്മൾ കൊടുക്കാറില്ല. എന്നാൽ ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനെ നമ്മളൊരു പ്ലാൻഡ് സ്ട്രക്ചേർഡ് ഫോമിൽ ഇപ്പം കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഇത്ര ദിവസത്തേക്കൊക്കെ നടത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരൊരു ചെറിയ പ്ലാനിങ്ങിൻ്റെ ബേസിലായിരിക്കും അത് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങൾ ഒരു ദിവസം അസൈൻ ചെയ്യണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദർ ഇസ് നോ പ്രീ പ്ലാൻഡ് സിലബസ് ഇൻ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. പൊതുവെ ഇതിനകത്ത് പ്രീ പ്ലാൻഡ് സിലബസ് നമുക്ക് വേണ്ടാത്തത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിങ്ങിനാണ്. കാരണം ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ സിലബസിന്റെ ബേസിലാണ് റൺ ചെയ്യുന്നത്. GTM ആയാലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഓറൽ സിറ്റുവേഷണൽ മെത്തേഡ് ആയാലും നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് CLL ഡെവലപ്ഡ് ബൈ ചാൾസ് ക്യൂറാൻ. ഓക്കെ, ചാൾസ് ക്യൂറാൻ ആണ് ഡെവലപ്പ് ചെയ്തത്. ഇസ് എ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, അതായത് മാനസികമായിട്ടുള്ള പഠനങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു അപ്രോച്ചാണ്. ദാറ്റ് ഫോക്കസ് ഓൺ ലേണർ സെന്റേർഡ്നെസ് where the syllabus involves based on the learner's choices, needs and the conversations rather than a predetermined curriculum. അല്ലേ,
ഇവിടെ എന്തോ സംഭവിക്കുന്നത്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ് ഫോക്കസ് ചെയ്യുന്നത് ലേണർ സെന്റേർഡ്നെസ്സിനെയാണ്, കുട്ടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ GTM മാത്രമേ ഉള്ളായിരുന്നു ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ളത്. ടീച്ചറിന് എന്ത് പഠിപ്പിക്കാനാണോ താല്പര്യം അതിനായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നീട് വന്ന എല്ലാ മെത്തേഡുകളും ആകെ മാറി കുറെ ഡെവലപ്മെന്റ്സും ആയിട്ടാണ്, മാസീവ് ചേഞ്ചോട് കൂടിയാണ് വന്നത് അല്ലേ. സോ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് എന്തായി? ലേണർ സെന്റേർഡ്നെസ്സിന് പ്രാധാന്യം കൊടുത്തു. സിലബസ് ഇൻവോൾവ്സ് ബേസ്ഡ് ഓൺ ദി ലേണേഴ്സ് ചോയ്സ്, ലേണറുടെ ചോയ്സിനെ ബേസ് ചെയ്തുള്ള സിലബസ് വന്നു. നീഡ്സ് കോൺവെർസേഷൻസ് റാദർ ദാൻ എ പ്രീ ഡിറ്റർമൈൻഡ് കരിക്കുലം. ഓക്കെ, അപ്പം ഒരു ലേണർ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും അവരുടെ ആവശ്യം എന്താണ്. ഓക്കെ, അവർക്കൊരു ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യാനാണോ, അതോ ഇനി അവരൊരു ടീച്ചറാണോ, അവർക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനാണോ, ഏത് പ്രൊഫഷനിൽ നിന്ന് വരികയാണ്, ഏത് പ്രൊഫഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലാംഗ്വേജ് പഠിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിന്റെ സപ്പോർട്ടോടുകൂടി അവരെ പെട്ടെന്ന് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചാൾസ് ക്യൂറാൻ കൊണ്ടുവന്നൊരു ഐഡിയ ആണ് കേട്ടോ. ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്നും റൺ ചെയ്യുന്നുണ്ട്. പൊതുവെ ഈ വെക്കേഷൻ ടൈമിലൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് കേൾക്കുകയും ചെയ്യുന്നത്. Here are why the others are not the correct answer. Direct method എന്ന് പറഞ്ഞാൽ focus on a structured approach focusing on typically follows a structured approach focusing on daily scenarios without translation. അല്ലേ? അതായത് ഡെയിലി സെനേറിയോസിനെയൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാണ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷന് വലിയ പ്രാധാന്യമില്ല, കാരണം GTM മൊത്തം ട്രാൻസ്ലേഷനെ ബേസ് ചെയ്തുള്ളതാണല്ലോ. അപ്പം GTMന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നതാണ്, അല്ലെ GTMന്റെ ഡീമെറിറ്റ്സിനെ ഓവർകം ചെയ്ത് വന്നതാണ് ഡിറക്റ്റ് മെത്തേഡ് അല്ലേ. അപ്പോൾ ഡിറക്റ്റ് മെത്തേഡ് വന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ നമ്മളങ്ങ് കുറച്ചു. പക്ഷേ ലാംഗ്വേജ് ഏതാണോ നമ്മുടെ ഫോക്കസ്ഡ് ലാംഗ്വേജ് അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു സ്ട്രിക്ട് പാരാമീറ്റർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ. പിന്നെ GTM ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസസ് എ ഹൈലി structured syllabus based on textbook grammar rules and reading translations അല്ലേ. ടെക്സ്റ്റ് ബുക്കിനെയും ഗ്രാമർ റൂളിനെയും റീഡിംഗ് ട്രാൻസ്ലേഷനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചേർഡ് സിലബസ് ആണ് അസൈൻ ചെയ്തത്. ഓറൽ സിറ്റുവേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസസ് ടീച്ചിങ് പോയിന്റ്സ് ബേസ്ഡ് ഓൺ സ്ട്രക്ചേർഡ് സിറ്റുവേഷൻസ് ആൻഡ് സിനേറിയോസ് അല്ലേ. ഓറൽ സിറ്റുവേഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടീച്ചിങ് പോയിന്റ്സിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്? സ്ട്രക്ചേർഡ് സിറ്റുവേഷൻസിനെയും സെനേറിയോസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്യുന്നത് അല്ലേ. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനെയും സെനേറിയോസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ക്ലിയർ ആയല്ലോ. ചോദ്യം എന്തായിരുന്നു നമ്മുടെ? ഏതിനകത്തിലാണ് നമുക്ക് പ്രീ പ്ലാൻഡ് സിലബസ് വേണ്ടാത്തത്? പ്രീ പ്ലാൻഡ് സിലബസ് ഒന്നും വേണ്ടാത്തത്, കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള അനാലിസിസ് ഒന്നും നമുക്ക് വേണ്ടാത്തത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിലാണ്. എന്ന് പറഞ്ഞാൽ ഇത് ലൂസ്ലി പാക്ഡ് ആണെന്നല്ല, ഇതിനകത്ത് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ കാണുന്ന ഒരു വേ ഓഫ് അപ്രോച്ച് അല്ല നമ്മളിവിടെ സ്വീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര എണ്ണത്തിൽ നമുക്ക് ബെറ്റർ ആയിട്ട് ഓപ്ഷൻ കിട്ടുന്നത് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 41ാമത്തെ ചോദ്യമാണ്. Alternating between two or more languages within കോൺവെർസേഷൻ ഈസ് കോൾഡ്. സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ രണ്ട് ലാംഗ്വേജിനിടയിൽ ഇങ്ങനെ അൾട്ടർ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ലാംഗ്വേജസിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൾട്ടർ ചെയ്യുന്നു. ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് പറയും, അതിൻ്റെ ഇടയിൽ മലയാളം പറയും അല്ലേ. ചിലപ്പം 2-3 ലാംഗ്വേജ് ഉപയോഗിക്കുന്നവരുണ്ട്, മൾട്ടി ലിംഗ്വൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഈ അൾട്ടറിങ്ങിനെ എന്താ പറയുന്നത്? കോഡ് സ്വിച്ചിങ്, കോഡ് മിക്സിംഗ്, ട്രാൻസ്ലേഷൻ, ഇൻട്രാ സെന്റൻഷ്യൽ എക്സ്ചേഞ്ച്. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അതായത് നമ്മൾ രണ്ട് ലാംഗ്വേജിനിടയിൽ ഇങ്ങനെ അൾട്ടർ ചെയ്യുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? ദ ആൻസർ ഈസ് കോഡ് സ്വിച്ചിങ്. ഓക്കെ, അതായത് നമ്മൾ കോഡ് സ്വിച്ചിങ് ആണ് നടത്തുന്നത്. ഓക്കെ, കോഡ് സ്വിച്ചിങ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. രണ്ട് ലാംഗ്വേജിനിടയിൽ അൾട്ടർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്വിച്ച് ചെയ്യുന്നു അല്ലേ. നമ്മളിപ്പം ഒരു സെഗ്മെന്റിൽ നിന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ. അതുപോലെ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നമ്മൾ ഈ പറയുന്ന സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്, സ്വിച്ചിങ് ആണ്. ഓക്കെ, അപ്പം ഒരു ലാംഗ്വേജിൽ നിന്ന് അടുത്തതിലേക്ക് അൾട്ടർ ചെയ്ത് പോവുകയാണെങ്കിൽ അത് കോഡ് സ്വിച്ചിങ് ആണ്. Between 2 or more languages within a conversation is called code switching. 2-3 ലാംഗ്വേജിലേക്ക് ഇങ്ങനെ അൾട്ടർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ കോഡ് സ്വിച്ചിങ് എന്ന് പറയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ചിലപ്പോൾ തമിഴായിട്ടുള്ള എന്തെങ്കിലും വാക്കുകൾ നമ്മുടെ വായിൽ വരും. അപ്പോൾ അതൊക്കെ കോഡ് സ്വിച്ചിങ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഹിയർ ഇസ് എ ബ്രേക്ക് ഡൗൺ ഓഫ് അതർ ടേംസ്. എന്തായിരിക്കും ഈ കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലോ, കോഡ് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ ലാംഗ്വേജ് അൾട്രേഷൻ റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് സ്വിച്ചിങ് ബിറ്റ്വീൻ ലാംഗ്വേജ് ഓർ ലാംഗ്വേജ് വെറൈറ്റീസ് ഓഫറിംഗ് ഫോക്കസിംഗ് ഓൺ അറ്റ് സെന്റൻസ് ബൗണ്ടറീസ് അല്ലേ. നമ്മളവിടെ ഇങ്ങനെ സ്വിച്ചിങ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ യൂഷ്വലി നമുക്കൊരു ഡൗട്ട് വരും, കോഡ് സ്വിച്ചിങ് മനസ്സിലായി, കോഡ് മിക്സിംഗ് എന്തുവാ കോഡ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ? അതൊരു റിലേറ്റഡ് ഐഡിയ ആണ്, ബട്ട് ഡിസ്റ്റിങ്ഷൻ ടേം ഓഫൻ യൂസ് ടു ഡിസ്ക്രൈബ് എംബഡിംഗ് ഓർ മിക്സിംഗ് ഓഫ് സ്മോളർ ലിംഗ്വിസ്റ്റിക് യൂണിറ്റ്സ്. ഓക്കെ, വേർഡ്സ് ഓർ ഫ്രേസസ് ഫ്രം 2 or more languages within a single sentence. ഇപ്പോൾ കോഡ് സ്വിച്ചിങ് നടക്കുകയാണെങ്കിൽ നമ്മൾ ആ പറയുന്നത് മുഴുവൻ, ഓക്കെ, 1-2 വാക്കായിരിക്കത്തില്ല, ഒരു ഡീപ്പ് സെന്റൻസ് മൊത്തം നമ്മൾ ആ ഒരു ലാംഗ്വേജിലേക്ക് അങ്ങ് സ്വിച്ച് ചെയ്ത് പറയും അല്ലേ.
പക്ഷെ കോഡ് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലാണ്. മിക്സിംഗ് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രേസ് ഇത് മാത്രമേ മാറ്റുന്നുള്ളായിരിക്കും, ബാക്കി അതുപോലെ തന്നെ പോകും. ആ ഒരു പെർട്ടിക്കുലർ ഫ്രേസ് അല്ലെങ്കിൽ വേർഡ് ആയിരിക്കും മാറ്റുന്നത് കോഡ് മിക്സിങ്ങിനകത്ത്. സ്വിച്ചിങ് ആണെങ്കിലോ നമ്മൾ ഒരു എൻറ്റയർ എപ്പിസോഡ് എങ്ങോട്ട് സ്വിച്ച് ചെയ്യുകയാണ്, മറ്റൊരു ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു സെന്റൻസ് എങ്കിലും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനിയും ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെസ്സേജ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ കൺവേ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ എക്സ്പേർട്സ് ഒക്കെ നമുക്കുണ്ട്. ഇനി ഇൻട്രാ സെന്റിമെന്റൽ സെന്റൻഷ്യൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കോഡ് സ്വിച്ചിങ് ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ എ സെന്റൻസ് ബൗണ്ടറി. സെന്റൻസ് ബൗണ്ടറിക്ക് ഉള്ളിലാണ് ഈ പറയുന്ന സ്വിച്ചിങ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻട്രാ സെന്റൻഷ്യൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സെന്റൻസിനുള്ളിൽ ആ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നു, ഇൻട്രാ സെന്റൻഷ്യൽ എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം വരുന്നത് കോഡ് സ്വിച്ചിങ് ആണ്. അൾട്ടറിങ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? കോഡ് സ്വിച്ചിങ് ആണ്. ഓക്കെ, കോഡ് സ്വിച്ചിങ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി എടുക്കണം. നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ അപ്കമിങ് വീഡിയോസിലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു സോ മച്ച്.